ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പന കല്യാണത്തണ്ട് മേഖല പെരുമ്പാമ്പിന്റെ ഭീഷണിയിൽ. ഇന്നലെ രാത്രി കല്യാണത്തണ്ട് ഈട്ടിക്കൽ ഗൌരി നാരായണന്റെ കോഴിക്കോട്ടിൽ നിന്നും 2 കോഴികളെ പെരുമ്പാമ്പ് പിടിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. കല്യാണത്തണ്ട് മേഖലയിൽ ഇപ്പോൾ പാമ്പിന്റെയും കാട്ടുമൃഗങ്ങളുടെയും പിടിയിൽ അമരുകയാണ്. മുൻപ് ഭീഷണി ഉയർത്തിയിരുന്നത് കാട്ടുപന്നിയും മറ്റു മൃഗങ്ങളുമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഇഴജന്തുക്കളുടെ പിടിയിലും പ്രദേശം അമർന്നു. വിഷമുള്ളതും അല്ലാത്തതുമായി നിരവധിയിനം പാമ്പുകളാണ് പ്രദേശത്തുള്ളത്. ഇന്നലെ രാത്രി കല്യാണത്തണ്ട് ഈട്ടിക്കൽ ഗൌരി നാരായണന്റെ കോഴിക്കൂട്ടിൽ പെരുമ്പാമ്പ് കയറി. കൂട്ടിലുണ്ടായിരുന്ന 2 കോഴിക്കുഞ്ഞുങ്ങളെ പെരുമ്പാമ്പ് ഭക്ഷിച്ചു. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, ഞങ്ങൾ 2 പെണ്ണുങ്ങളാണ് അവിടെ താമസിക്കുന്നത്. അത് അവള് 2 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് വിട്ടതാണ്. 10 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണത്തിനാണ് വന്നത്. ഇനിയിപ്പോൾ 8 എണ്ണം ഉള്ളത്. കയറി ഞാൻ കരയുന്ന കേട്ടോണ്ട് ഓടി വന്നു വെച്ച് നോക്കുമ്പോൾ കോഴിക്കുഞ്ഞാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ തള്ളി ഈ കമ്പിയുടെ ഇടയിരിക്കുന്നത്. അപ്പോൾ പാമ്പായിരുന്നു. ഞാൻ ഓടിച്ചൊന്ന് ലൈറ്റ് എടുത്തോണ്ട് നോക്കുമ്പോൾ പാമ്പ്. എന്നിട്ട് അതിലെ ചാടി മുറ്റത്ത് കിടന്നു. അവിടെ കിടന്നിട്ട് പോകുന്നില്ല, ചുമ്മാ കിടക്കും. അവിടെ തടി പോലെ കിടക്കുക. ആ തടിയുടെ കയ്യിൽ മണ്ണുണ്ട്. എത്ര കോഴിക്കുഞ്ഞു നഷ്ടമായിട്ടുണ്ട്? 2. ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം? 10 മണിക്ക്, രാത്രി 10 മണിക്ക്. ഞങ്ങൾ കടക്കാൻ ഒരുങ്ങുന്നേ ഉള്ളൂ, 1:30. പ്രദേശത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഈ പ്രദേശത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണോ ഇങ്ങനെ? രായന താഴത്തെ കടക്കാരൻ പറയുന്നുണ്ട് അതിനകത്ത് വലിയ പാമ്പുണ്ട്. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. അത് ഇത് കോഴി വളർത്തൽ ഉപജീവന മാർഗമാണോ? അതെ, വേറെ ഒന്നുമില്ല. എത്രത്തോളം കോഴികളുണ്ട്? കോഴി ഇല്ലായിരുന്നു, എല്ലാത്തിനും വിറ്റതാ. പിന്നെ കുറെ ചത്തുപോയി. അത് കഴിഞ്ഞ് എത്രത്തോളം കോഴികളുണ്ടായിരുന്നു? ഈ 2 കൂട്ടിലും ഉണ്ടായിരുന്നു. അത് എല്ലാം കുറെ ചത്തുപോയി. പാമ്പ് എത്ര എണ്ണം പിടിച്ചേക്കുന്നത്? പാമ്പ് 2 എണ്ണത്തിനെ പിടിച്ചു. പേരും വീട്ടുപേരെന്ന് പറയാം. ഈട്ടിക്കൽ. എൻ്റെ പേര് ഗൗരി നാരായണൻ. ഇന്നലെ രാത്രി 10 മണിയോടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനെത്തിയ വയോധികയായ ഗൌരിയാണ് പെരുമ്പാമ്പിനെ കണ്ടത്. ബഹളം വെച്ചതിനെ തുടർന്ന് പാമ്പ് കൂട്ടിൽ നിന്നും പുറത്തിറങ്ങിക്കിടന്നു. 1 മണിക്കൂറോളം കഴിഞ്ഞ് പ്രദേശത്തെ കാടുപടലങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. രാത്രിയിൽ ഈ വാർഡിൽ, കല്യാണത്തിൻ്റെ വാർഡിൽ, ഈ ഈട്ടിക്കൽ എന്ന് പറഞ്ഞ വീട്ടിൽ ചേച്ചി മാത്രമാണ് സ്ഥിരമായിട്ട് അവിടെ കാണാറ്. ഇന്നലെ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് പുള്ളിക്കാരൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കോഴിക്കോട്ടിൽ പെരുമ്പാമ്പ് കയറി 2 കോഴികളെ പിടിച്ചുകൊണ്ട് പോയി. അത് അടിയന്തരമായി നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. അവർ അടിയന്തരമായിട്ട് എത്തി ഈ സാധനത്തിനെ ഇവിടുന്ന് മാറ്റേണ്ടതാണ്. ഈ ജനവാസ മേഖല ഇതിനെ ഒഴിവാക്കി തരേണ്ടതാണ് അടിയന്തരമായി. കാരണം ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരും കൊച്ചുകുട്ടികളും ഒക്കെ മുറ്റത്തൊക്കെ ഇരുന്ന് കളിക്കുന്ന സമയത്തൊക്കെ ഇത്തരം സാധനങ്ങൾ വളരെ അപകടകരമാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇവിടെ ഇപ്പം ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പന്നി ഉൾപ്പെടെയുള്ള, കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ശല്യം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നു. അത് അടിയന്തരമായി ഫോറസ്റ്റ് ഇടപെട്ട് ഈ മേഖലയിൽ നിന്ന് ഇത് ഒഴിവാക്കണം. അതാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പ്രദേശത്ത് നിരന്തരമായി പാമ്പുകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികളും പറയുന്നു. പറയുവാനായിട്ട് ഉള്ള വിവരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരിസരത്ത് അനധികൃതമായിട്ട് ഈ വനം പോലെ കാടുകളുള്ള സ്ഥലത്തൊക്കെ കയറുക. ഉള്ള കുടിതാമസക്കാർക്ക് ഭയങ്കര വന്യജീവി മൃഗങ്ങളെ കൊണ്ട് ഈ കുടിതാമസക്കാർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ നേരിടുക. ഈ തരത്തിലുള്ളതായ ഭീഷണികൾ. ഇത് രാത്രി കാലങ്ങളിൽ പാമ്പാണേലും പന്നിയാണേലും മുള്ളംപന്നിയാണേലും വന്ന് ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷിക്കകത്ത് വരികയും കൃഷികളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അധികൃതരോട് നമ്മളിത് വിളിച്ചറിയിച്ചാലും ഇതിനൊന്നും ശാശ്വതമായ ഒരു നീക്കുപോക്കൾ ഉണ്ടാകുന്നില്ല. പ്രധാന കാരണം ഞങ്ങളുടെ പ്രദേശത്ത് പട്ടയം കിട്ടാത്ത ഒരു സാങ്കേതിക വിഷയമുണ്ട്. അത് കാരണം ഇതെല്ലാം ഈ കാട് കയറി ഈ ഭൂമികളെല്ലാം ഇങ്ങനെ കിടക്കുക. ഇതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. ഇപ്പോൾ ഈ റോഡൊക്കെ ആണെങ്കിൽ തന്നെ നല്ലപോലെ വികസിച്ച് വരിക. മിക്കവാറും രാത്രി വന്ന് വണ്ടിക്കാർ വന്ന് വിളിക്കാറുണ്ട്, പെരുമ്പാമ്പിനെ കണ്ടു, ഒന്ന് വണ്ടി മാറ്റിയിട്ടിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കും. അപ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ രാത്രിയാവും. ആ സമയത്ത് ഇതിങ്ങനെ റോഡിന് വിലങ്ങ കിടക്കുന്നത്. വലിയ ഭീതി വരുന്നതായ തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഈ വന്യജീവി മൃഗങ്ങളെ കൊണ്ട് ഈ പ്രദേശത്തൊക്കെ ഉണ്ടാകാറുണ്ട്. അനേകം കുടുംബങ്ങൾക്ക് പന്നിയാണേലും മറ്റ് മൃഗങ്ങളെല്ലാം രാത്രി കാലത്തും പകലുമൊക്കെ ഒരു കോഴിയോ ഒരു ചെറിയ ജീവികളെ ഒന്നും ജീവിച്ച് മുയലിനെ ഒന്നും വളർത്തി ജീവിക്കാൻ പറ്റില്ലാത്തതായ സാഹചര്യങ്ങളുണ്ട്. ചില കപ്പ ഇടാനോ ഒരു കൃഷി കാര്യമായിട്ട് ചെയ്യാനോ
ഒന്നും പറ്റിയല്ലാത്തതായ സാഹചര്യമുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കിയിലെ വിനോസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.